ഇതൊക്കെ എത്ര കാലം ഇങ്ങനെ കാണുമെന്ന് അറിയില്ല. ഇനി ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഫോട്ടോ അല്ലെ വീഡിയോ കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ യൂട്യൂബിലിടുന്നത്. നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലടാ, വല്ല പണിക്കും പോയിക്കൂടെ അല്ലേ? ഇവൻ പുലിയാണ് കേട്ടോ ഗൈസ്. നമുക്കൊരു തട്ട് കൊടുത്ത് നോക്കാം. അവൻ്റെ കുറച്ച് കലാപരിപാടികളുണ്ട്. നമുക്കിത് നൈറ്റ് സമയത്ത് നമുക്ക് നമ്മുടെ വയലിൽ നിന്ന് കിട്ടിയ ഒരു മച്ചാനാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ട്. അപ്പോൾ ഇപ്പം നല്ല മഴേൻ്റെ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വയലിലോട്ട് വന്നിട്ടാണ്. വയലെല്ലാം ഇപ്പം നല്ല വെള്ളമായി, അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ഇറങ്ങി പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് മീനിനെ. ഇവിടുന്ന് കാണുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഇറങ്ങി പിടിക്കുന്ന അവസ്ഥയാണ്. അത് തന്നെ നമുക്ക് ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പ്രളയത്തിൻ്റെ, അതായത് പേമാരീൻ്റെ എല്ലാം ഭാഗമായിട്ട് ആണ് ഇപ്പോൾ മഴ പെയ്തത്. നമ്മളെ കാലവർഷത്തിൻ്റെ മഴയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളമായി. അപ്പോൾ നമ്മൾ നൈറ്റാണ് സാധാരണ പിടിക്കാൻ വരാറ്. ഇപ്രാവശ്യം നമുക്ക് നൈറ്റൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നൈറ്റ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് പെൻഡിങ് ആയിപ്പോയി. നമ്മൾ വീഡിയോസൊന്നും ഇടാറില്ല. നമ്മൾ മഴ ആയതുകൊണ്ട് നമുക്ക് കുറേ ഭാഗം നമുക്കിപ്പോൾ സമയമൊന്നും കിട്ടിയില്ല നമുക്ക് വീഡിയോസൊന്നും ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലായിപ്പോയി. അപ്പോൾ ഇനി നമുക്കിപ്പോൾ മഴക്കാലത്തുള്ള ഒരുപാട് വീഡിയോസ് നമുക്കിപ്പോൾ ഇനി യൂട്യൂബിലൂടെ നമുക്ക് കാഴ്ചവെക്കാനുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വയൽ കേട്ടോ. സത്യം പറഞ്ഞാൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഈ വയലുകളിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരവസ്ഥ. മുൻപൊക്കെ നമ്മുടെ വാഴത്തടയെല്ലാം വെട്ടിയിട്ട് നമ്മുടെ ഏട്ടന്മാരെല്ലാം ഇവിടുന്ന് ചങ്ങാടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ ധാരാളം പോത്തുകളൊക്കെ കെട്ടുന്ന ഒരു പറമ്പാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒരുപാട് പോത്തുകളെയൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്ന ഒരു പറമ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുവഴി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൻ്റെ പരിസരമാണ്. ഒരുപാട് ചതുപ്പുകൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഒരുപാട് തവണ ഫില്ലർ അടിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്കൂൾ ഇവിടെ എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ നല്ല വെള്ളമായിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മീനിനെ പിടിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കംപ്ലീറ്റ്. ഒരുപാട് നമ്മൾ മീനിനെ പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ ഇനിയും ഒരുപാട് മീനുകൾ ഇറങ്ങാനുണ്ട്. കൂടുതലും നമ്മൾ രാത്രിയാണ് കേട്ടോ നമ്മൾ ഇതുപോലുള്ള ഹണ്ടിങ്ങിന് നമ്മൾ ഇറങ്ങുന്നത്, ഫിഷിങ്ങിന് ഇറങ്ങുന്നത് രാത്രിയാണ്. നമുക്ക് രാത്രിയാണ് കൂടുതലും നമുക്ക് മീനിനെ ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതും. ഒരുപാട് മീനുകളുണ്ടാവും. അതുപോലെ തന്നെ രാത്രി സമയത്ത് നമ്മളിവിടെ ഇറങ്ങുമ്പോൾ വളരെ ഡേഞ്ചറുമാണ്. മീനുകളെ പോലെ തന്നെ നമ്മൾ പാമ്പുകളെയും നമ്മൾ സൂക്ഷിക്കണം ഒരുപാട്. അപ്പോൾ നമ്മൾ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഒരു മീനിൻ്റെ പീസ് പകുതിയായിപ്പോയി. ഇവിടെ കഴിച്ചലെന്ന് പറയും ഇതിനെ, ചില നാട്ടിൽ വരാലെന്നൊക്കെ പറയും. അതിൻ്റെ പകുതിയായിപ്പോയി. എന്തോ മീനിനെ കഴിച്ചതാണ്. മീൻ കുളത്തിൽ കീയുമ്പോൾ ഷഡ്ഡി ഒരു വെച്ചിട്ടാണെന്ന് തോന്നുന്നു കീഞ്ഞത് കേട്ടോ. ഇതാ ഒരു ഷഡ്ഡി ഇവിടെ കിടക്കുന്നു. പകുതി മീനും ഒരു ഷഡ്ഡി ഇവിടെ കിടക്കുന്നുണ്ട്. നല്ല അവസ്ഥ തന്നെ. അപ്പോൾ നമ്മൾ ഏതാ നല്ല കമ്പനി ജോക്കിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് നമ്മുടെ വീട്ടിൻ്റെ പരിസരം തന്നെ എത്തി. സാധാരണ നമ്മുടെ ഈ വയലുകളിൽ ഇത്തവണ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ കുറവാണ്. കാരണം വയലിൻ്റെ പരിസരത്തൊക്കെ ഇപ്പം വീടുകൾ വന്നു തുടങ്ങി. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ പരിസരത്തുള്ള എല്ലാ വെള്ളവും അവസാനമായിട്ട് എത്തിച്ചേരുന്നത് വയലിലാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ കുട്ടൂസ് ഇവിടെ നിന്ന് ചെരുപ്പെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കുട്ടൂസ് ഒരു മൈൻഡും ചെയ്യുന്നില്ല കേട്ടോ നമ്മളെ. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ, ആള് നല്ല ബിസിയാണ്. നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. നമ്മുടെ ക്യാമറേനെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഹലോ, നോക്കിയിട്ടുണ്ട്, ഭാഗ്യം. ആള് പണങ്ങിയിട്ടാവില്ല, നോക്കുന്നില്ല. അപ്പോൾ നമ്മളേതായാലും അവൻ്റെ വർക്ക് കിടക്കട്ടെ, അവനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ കൃഷ്ണ തുളസിയാണ് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കൃഷ്ണ തുളസിയാണ്. നമ്മൾ കാര്യമായിട്ട് വയലിലോട്ട് പോയത് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ കാണിക്കാൻ പറ്റിയില്ല. നൈറ്റ് ആണെങ്കിലേ നമുക്ക് മീനിനെല്ലാം കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പകലൊന്ന് വെറുതെ ഇറങ്ങി നോക്കിയതാണ്. പിന്നെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ കുറേ കാലമായി. അപ്പോൾ ചോറിൻ്റെ സമയമായി. നല്ല ഓംലേറ്റും വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഉച്ചഭക്ഷണം കഴിക്കണം, കഴിച്ചിട്ട് നൈസായിട്ട് കിടന്നുറങ്ങും.